പ്രിയപ്പെട്ട പ്രേക്ഷകരൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ CPM ഇപ്പോൾ ഇരുട്ടിൽ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. നോക്കൂ, ഇന്നിപ്പോൾ സംസ്ഥാനത്തിന്റെ സ്ഥിതി എന്താണ്? ഈ സ്കൂളുകളിൽ ഉച്ചഭക്ഷണ പദ്ധതി മുടങ്ങിയിട്ടില്ലേ? കുട്ടികൾക്ക് ഉച്ചഭക്ഷണം കൊടുക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായല്ലോ. പാചക തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായല്ലോ. തൊഴിലുറപ്പ് പദ്ധതിയിൽ പോകുന്നവർക്ക് ദിവസവേതനം നൽകാൻ കഴിയാത്ത സ്ഥിതി ഉണ്ടല്ലോ. കെട്ടിട തൊഴിലാളി ക്ഷേമനിധി അവസാനിച്ചിട്ട് എത്ര നാളായി? അതുപോലെ തന്നെ ആരോഗ്യരംഗത്ത് സ്നേഹീകരണം പദ്ധതി, ആശാപൂർവം പദ്ധതി, ഇതെല്ലാം മുടങ്ങിയിട്ട് നാളുകളായിരിക്കുന്നു. എന്ന് മാത്രവുമല്ല, കാരുണ്യ പദ്ധതി പോലും മുടങ്ങുന്ന സാഹചര്യമാണുള്ളത്. ശസ്ത്രക്രിയയ്ക്ക് വേണ്ട ഉപകരണങ്ങൾ ലഭ്യമല്ല എന്ന് ഒരിക്കൽ തിരുവനന്തപുരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡോക്ടർ തന്നെയാണല്ലോ നമ്മളോട് പരസ്യമായി വിളിച്ചു പറഞ്ഞത്. കർഷകർക്ക് അവരിൽ നിന്ന് സംഭരിക്കുന്ന നെല്ലിന്റെ പൈസ കിട്ടാത്തതുകൊണ്ട് എത്ര കർഷകരാണ് കേരളത്തിൽ ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. ഇതൊക്കെയാണ് കേരളത്തിന്റെ റിയാലിറ്റി എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ക്രമസമാധാനത്തിന്റെ കാര്യമെടുത്താൽ ഓരോ ദിവസവും കസ്റ്റഡി മർദ്ദനങ്ങളുടെ വീഡിയോ പുറത്തു വരുന്ന സാഹചര്യമാണല്ലോ സംസ്ഥാനത്തുള്ളത്. എന്നും മാത്രവുമല്ല, എത്ര കസ്റ്റഡി മരണങ്ങളാണ് കഴിഞ്ഞ 9 വർഷത്തിനിടയിൽ കേരളത്തിൽ സംഭവിച്ചിട്ടുള്ളത്. അതേസമയം TP ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിലെ പ്രതികൾക്ക് കൃത്യമായി പരോൾ ലഭിക്കുന്നുമുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് ക്രമസമാധാനത്തിന്റെ സാഹചര്യം എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ഒട്ടേറെ പ്രശ്നങ്ങൾ ഈ സംസ്ഥാനത്തിൽ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വയനാട്ടിലെ ചൂരൽമലയിലും മുണ്ടക്കയിലും ആ പറയുന്ന ദുരന്തം അനുഭവിക്കുന്ന മനുഷ്യരെ ഇതുവരെ പുനരധിവസിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. കേരളത്തിന്റെ വനമേഖലയിലെ വന്യജീവി ആക്രമണം എന്ന് പറയുന്ന എത്ര മനുഷ്യജീവനുകളാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഇതെല്ലാം ജനങ്ങൾ കണ്ണു തുറന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ചില ബോധ്യങ്ങളുണ്ട്. ആ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവർ UDF അനുകൂലമായിട്ടൊരു വിധി എഴുതിയിരിക്കുന്നത്. ഇവിടെ സർക്കാരിനെതിരായിട്ടൊരു തരംഗവുമില്ല എന്ന് പറഞ്ഞ് കണ്ണടച്ചിരുട്ടാക്കാനാണ് ഭരിക്കുന്ന പാർട്ടിയായിട്ടുള്ള CPM വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്, ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒരു കാര്യം കൂടി ഞാൻ പറയാം. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇടതുപക്ഷം അധികാരത്തിൽ വന്നിട്ടുള്ളത് ഏതെങ്കിലും മാധ്യമങ്ങളുടെ പരിലാളനയും പിന്തുണയും നേടിക്കൊണ്ടായിരുന്നില്ല. ജനങ്ങളുടെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്.